നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ചയോടുകൂടി വരുന്ന കരിനാൾ ദിവസവും അതുമാത്രമല്ല ഷഷ്ടി ദിവസത്തിൻ്റെ 2-ാം ദിവസവും കൂടാതെ 3-ാം പിറ ദിവസവും കൂടി വരുന്ന ഒരു അത്ഭുത ദിവസം. ഈ ഒരു ദിവസത്തിൽ സാമ്പത്തികപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയും കടം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുവാൻ വേണ്ടിയും നമ്മുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ വേണ്ടിയും നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഈ ഒരു താന്ത്രികം ആർക്കു വേണമെങ്കിലും ഇന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതായത് പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയുണ്ടെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും സാരമില്ല, ഇന്ന് ഈ താന്ത്രികം നമുക്ക് ചെയ്യാം. മാത്രമല്ല പൂജാമുറിയിൽ ദൈവത്തെ പ്രാർത്ഥിച്ചതിനു ശേഷം വേണമെങ്കിലും നമുക്ക് ഈ താന്ത്രികം ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇന്ന് ഒരുപാട് നല്ല ദിവസങ്ങൾ ഉൾക്കൊണ്ട ഒരു ദിനമാണ് എന്ന്. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുബേര 3-ാം പിറ എന്നാണ് പറയുന്നത്. കുബേര ഭഗവാന് പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വ്യാഴാഴ്ച ദിവസത്തെ കരുതപ്പെടുന്നത്. ഈ വ്യാഴാഴ്ച ദിവസത്തിൽ കുബേര പൂജ ചെയ്ത് ലക്ഷ്മി കുബേര ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൽ തീരാത്ത കടപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും തീർന്നു കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുന്ന ഈ ഒരു ദിവസത്തിലാണ് 3-ാം പിറ ദർശനം കൂടി വരുന്നത്. 3-ാം പിറ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ചന്ദ്രഭഗവാനെയാണ്. ചന്ദ്രഭഗവാനെ തലയിൽ ചൂടിയിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ശിവഭഗവാനാണ്. തൻ്റെ രാജ്യവും സമ്പത്തും നഷ്ടപ്പെട്ട കുബേര ഭഗവാൻ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയതിനു ശേഷമാണ് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ കുബേര ഭഗവാന് തിരിച്ചു പിടിക്കുവാൻ സാധിച്ചത്. അങ്ങനെ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിക്കേണ്ട ഒരു ദിനം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്ത് നമ്മൾ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി ഒരു പക്ഷേ അതിനൊന്നും സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് പൂജാമുറിയിൽ കയറാൻ പോലും സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ തീർച്ചയായും ആ ഒരു ഫലം ലഭിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു താന്ത്രികം മാത്രം നിങ്ങൾ ഇന്ന് ചെയ്താൽ മതി. എപ്പോൾ ചെയ്യണമെന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ഒരു 9 മണിക്കുള്ളിലോ, ഇനി അഥവാ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കാണുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 12 മണിക്കുള്ളിലോ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. യാതൊരു നിഷ്ഠകളും പാലിക്കേണ്ടതില്ലെങ്കിലും കൂടി നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കയ്യും മുഖവും കഴുകിയതിനു ശേഷം ശുദ്ധമായ പച്ചരി നമ്മുടെ വലത് ഉള്ളം കയ്യിൽ എടുത്തു പിടിക്കുക. പിന്നീട് അതിനെ മടക്കി, ആ കൈകൾ മടക്കി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതിനു ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് 27 പ്രാവശ്യം ഓം ചന്ദ്രമൗലീശ്വരായ നമ, ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം 27 തവണ ജപിക്കുക. പിന്നീട് നമ്മുടെ കൈകളിലുള്ള പച്ചരി എടുത്ത് നമ്മുടെ തലയ്ക്ക് തന്നെ നമ്മൾ ഒഴിയേണ്ടതാണ്. 8 പ്രാവശ്യം ഇടതുവശത്തും 8 പ്രാവശ്യം വലതുവശത്തും ഒഴിഞ്ഞതിനു ശേഷം നമ്മുടെ കൈകളിലുള്ള പച്ചരിയെ നോക്കി ഓം സകല ദേവത വശ്യ സകല ദോഷ നിവർത്യർത്ഥം ധനശക്തി കാര്യശക്തി പ്രാപ്തപ്തം എന്ന മന്ത്രത്തെ നമ്മൾ 11 പ്രാവശ്യം ചൊല്ലണം. ആദ്യം നമ്മൾ ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം നമ്മുടെ തല തന്നെ നമ്മൾ 8 തവണ വലത്തോട്ടും 8 തവണ ഇടത്തോട്ടും ആ പച്ചരി വെച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് ഉഴിഞ്ഞതിനു ശേഷം ആ പച്ചരിയെ നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ ഈ മന്ത്രം നമ്മൾ 11 പ്രാവശ്യം ജപിക്കേണ്ടതാണ്. പിന്നീട് നമ്മുടെ കൈകളിലുള്ള ഈ പച്ചരി നമ്മുടെ വീടിന് വെളിയിൽ നമുക്ക് കിഴക്ക് ദിശ ആ ഭാഗത്തേക്ക് തൂവി വിടാവുന്നതാണ്. കിഴക്ക് ദിശ ഫ്ലാറ്റിലെല്ലാമാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഈ പച്ചരിയെ കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഇനി ഞങ്ങൾ 10 മണിക്കാണ് രാത്രിയാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു വെളുത്ത നിറത്തിലുള്ള പേപ്പറിലാക്കി വെച്ചതിനു ശേഷം പിറ്റേ ദിവസം ആരും കാൽ ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ എന്ത് ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ കുബേര വ്യാഴാഴ്ച ദിവസത്തിൽ ഈ ഒരു പ്രാർത്ഥന ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പ്രധാനമായിട്ടും പണ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് പണം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്, കടം പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്, ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാതെ വിഷമിക്കുകയാണ് എന്നെല്ലാം പറയുന്നവർ തീർച്ചയായും ഇന്ന് ഈ ഒരു കാര്യം മാത്രം ചെയ്തു നോക്കുക. ഇനി ഈ താന്ത്രികം നിങ്ങൾക്ക് ഇന്ന് ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഞങ്ങൾക്ക് ഈ താന്ത്രികം ഇന്ന് ചെയ്യാൻ പറ്റിയില്ല, പച്ചരി ഇല്ല എന്നെന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്കിത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും സാരമില്ല.
ഇന്നു രാത്രി 12 മണിക്ക് ഉള്ളിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുക. ഒരു വഴനയില അല്ലെങ്കിൽ ഒരു ബിരിയാണി ഇല അല്ലെങ്കിൽ ബേ ലീഫ് എന്നെല്ലാം പറയുന്ന ഉണങ്ങിയ ഒരു ഇലയെടുത്ത് നിങ്ങൾക്ക് ഒരു തുക മനസ്സിൽ ആവശ്യമുണ്ടാകും. അതായത് ഇത്ര രൂപ ലഭിച്ചാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമെന്ന് നമുക്കൊരു നിശ്ചയമുണ്ടാകും. ആ തുക നമ്മൾ ആ ബിരിയാണി ഇലയുടെ മുകളിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ എഴുതുക. ഉദാഹരണത്തിന് 1,00,000 ആണെങ്കിൽ 1,00,000 എന്ന് എഴുതിയതിനു ശേഷം താഴെ ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം എഴുതുക. ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം എഴുതിയതിനു ശേഷം നമ്മൾ 27 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലേണ്ടതാണ്. ഓം ചന്ദ്രമൗലീശ്വരായ നമ, ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം 27 തവണ പറഞ്ഞതിനു ശേഷം അത് നമുക്ക് കത്തിക്കാവുന്നതാണ്. അതായത് ഈ ഇല കത്തിച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പച്ചരി കൊണ്ട് നമ്മൾ ചെയ്യുന്ന താന്ത്രികങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ബിരിയാണി ഇലയുടെ താന്ത്രികവും ചെയ്യാവുന്നതാണ്. 2 താന്ത്രികം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് 2ഉം ചെയ്യാം. ഇനി അഥവാ ഇതിൽ ഏതെങ്കിലും ഒരു താന്ത്രികമെങ്കിലും ഒരു തുക മനസ്സിൽ കരുതിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടോ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 1 രൂപ പോലും ചിലവില്ലാതെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് താന്ത്രിക രീതികളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ വഴിപാടുകളെക്കുറിച്ച് പൂജാരീതികളെക്കുറിച്ചും എല്ലാം തന്നെ ആത്മീകം എന്ന നമ്മുടെ മറ്റൊരു ചാനലിലൂടെയും ഞാൻ പറയുന്നുണ്ട്. എപ്പോഴും പ്രശ്നങ്ങളാണ്, ദുഃഖങ്ങളാണ്, ദുരിതങ്ങളാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ താന്ത്രികങ്ങൾ ചെയ്യുന്നത് മുഖാന്തരവും അതുപോലെ തന്നെ ഓരോ മെത്തേഡുകൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നത് മുഖാന്തരവും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് ശ്രമിച്ചു നോക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല. മാത്രമല്ല ഇന്ന് ധനധാന്യ അധിപനായ കുബേര ഭഗവാന്റെ ഒരു ദിവസം കൂടി ആയതിനാൽ നിങ്ങൾ ഇന്ന് മറക്കാതെ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. ഇനി കുബേര പൂജ ചെയ്യുന്നവർ, കുബേര വഴിപാടുകൾ ചെയ്യുന്നവരെല്ലാവരും തന്നെ അത് ചെയ്തതിനു ശേഷം വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.